നമ്മളിൽ കുറച്ച് പേരൊക്കെ പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പം നമ്മൾ സ്വർണം കൊണ്ടുപോയി പണയം വെക്കാറുണ്ടല്ലേ. ഏതെങ്കിലും ഒരു ബാങ്കിൽ നമ്മൾ കൊണ്ടുപോയി പണയം വെക്കും. ആ വെക്കുന്ന സമയത്ത് ആ ബാങ്കിലെ ആൾക്കാർ ആ സ്വർണം തൂക്കിയാണ് മേടിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു പേപ്പറും തരും, ഇത്ര ഗ്രാം ഉണ്ട്, ഇത്ര രൂപയ്ക്കെന്നും പറഞ്ഞ് അല്ലേ. നമ്മുടെ കയ്യിൽ പൈസയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ സ്വർണം തിരിച്ചെടുക്കും. തിരിച്ചെടുക്കുന്ന സമയത്ത് എത്ര ആൾക്കാർ ബാങ്കുകാരുടെ അടുത്തുനിന്ന് നമ്മൾ തൂക്കി നമ്മൾ കൊടുത്ത സ്വർണത്തിന്റെ ഗ്രാം ആണോ അവര് തിരിച്ചു തരുന്നതെന്ന് പറഞ്ഞ് തൂക്കി മേടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും എന്തുവാ ചെയ്യുന്നത്? നമ്മൾ പൈസ അടച്ച് അതിന്റെ പേപ്പറും കൊണ്ടുപോയി അവിടെ ഇരിക്കുന്ന ആളിനെ കാണിക്കുമ്പോൾ അവരത് ലോക്കറിൽ കൊണ്ടുപോയി ആ സ്വർണം ഒരു കവറിനകത്തിട്ട് നമ്മുടെ കൊണ്ട് തരും. നമ്മൾ അത് മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വരും. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇനി നമ്മൾ പണയം വെച്ചിട്ട് പോകുന്ന ആ ഒരു പേപ്പറിനകത്ത് ഇത്ര ഗ്രാം, 10 ഗ്രാമെങ്കിൽ 10 ഗ്രാം 4 മില്ലി എന്ന് എഴുതും. നിങ്ങൾ തിരിച്ചാ സ്വർണം എടുക്കുമ്പം ഈ 10 ഗ്രാമും 4 മില്ലിയും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നമ്മൾ പല കൂട്ടുകാർക്കും പണയം വെക്കാൻ കൊടുക്കും. പണയം വെക്കാൻ കൊടുക്കുമ്പോൾ അവരുടെ അടുത്ത് പറയണം, നിങ്ങൾ എത്ര ഗ്രാമാണോ ഈ സ്വർണം നിങ്ങൾ പണയം വെക്കുന്നേ അതിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്കും കൂടെ അയച്ചു തരണേ. തിരിച്ച് അവരെടുത്തോണ്ട് തരുമ്പോഴും നിങ്ങൾ അത്രയും ഗ്രാം അവരെടുത്തോണ്ട് തരുന്നതിനകത്തുണ്ടോ എന്ന് നോക്കണം. കാരണം എനിക്ക്